ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ലേസ് വെച്ചിട്ട് ഒരു ഫ്രൈഡ് ചിക്കൻ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഫേവററ്റ് ലേസ് ഏതാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ റെഡ് കളറിലുള്ള ലേസാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 രൂപയുടെ 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം നല്ല രീതിയിൽ പൊടിച്ചെടുത്താലേ നമുക്ക് ആ ഒരു ചിക്കനിൽ അത് കോട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പൊടിച്ചതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു സ്പൂൺ ചിക്കൻ മസാലയും ഒറിഗാനോയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും നമ്മൾ കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അതിന് മുന്നേ വേണമെങ്കിൽ ചിക്കനിൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ തൈര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലാണ് മുക്കി ആ ഒരു ലേസിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ലേസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ല സമയം എടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലേസ് എല്ലാം കൂടി അങ്ങ് വിട്ടു പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുട്ടയിൽ മുക്കിയിട്ട് വേണം ഇത് നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടായിരുന്നു, കുറേയൊക്കെ വിട്ടുപോയി. അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ ഞാൻ കുറേ കൂടി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടമൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ്റെ എക്സ്പെക്റ്റേഷനിലാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല എന്ന് വരും. പക്ഷേ ഈ ലേസിൻ്റെ ഫ്ലേവറും ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്.